നമ്മുടെ കോഴിക്കട്ട. ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് പണ്ടൻസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പ എത്ര മണിയായി കാണുണ്ണി? സമയം 4:45 ആയി. നമുക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വിശപ്പ് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നന്നായി മൂടിക്കെടുക്കുക. മഴ ആണെന്ന് തോന്നുന്നു. ഇന്ന് വലിയ മഴയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ ഒരു ചെറിയ തെളിച്ചമൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് തെളിച്ചമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെ മൂടി തുടങ്ങി. അപ്പോൾ വിശപ്പും തുടങ്ങി അതിനൊപ്പം. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിന്നപ്പോഴാണ് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, ഈ പേരയുടെ അടിയിൽ വന്ന് നിന്നപ്പോഴാണ് ഓർത്തത്, ഈ തവണ നമ്മുടെ പേരയിൽ ഒത്തിരി പേരൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഴുത്താൽ അപ്പടി പുഴു വരുവാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു മൂത്തൊക്കെ വന്ന സമയത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലാത്തപ്പോൾ നന്നായിട്ട് പഴുത്താൽ അപ്പടി പുഴുവാണ്. ഇവിടെ മൾബറിക്കായ ഉണ്ടായിരുന്നേ. മഴ പെയ്ത് കുറേ പോയി. കൊച്ചാപ്പു ആണെങ്കിൽ ഒത്തിരി ഉണ്ടായത് പൊട്ടിച്ച് മൊത്തം കളഞ്ഞു. ഇത് ഇനിയിപ്പോൾ മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇലയൊക്കെ മൊത്തം പോയി നിൽക്കുക. കൊച്ചാപ്പൂൻ്റെ പന്ത് എപ്പോൾ താഴെ പന്ത് കിടന്നാലും കൊച്ചാപ്പ് എടുത്ത് വഴിയിലേക്ക് എറിയും. അതുകൊണ്ട് അവിടെ കയറ്റി വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇവിടെ വീടിൻ്റെ മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലിക്കമല കാണാവേ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അത്രയൊക്കെ വരത്തുള്ളൂ. അതേനെ കണ്ടോ, കാണുന്നുണ്ടോ? ഇല്ലിക്കമല മൂടിക്കിടക്കുമല്ലേ? അതെ, ഇതാണ് ഇല്ലിക്കമല. മൂടിക്കെടുക്കുക, മഞ്ഞ് മൂടിക്കെടുക്കുക മൊത്തം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, നല്ല വ്യൂ ആണ്. ഞങ്ങളുടെ ഇവിടുന്ന് 5 കിലോമീറ്റർ അല്ലേ ഉണ്ണി? അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ അങ്ങോട്ടേക്ക്. എങ്കിലും എപ്പോഴെപ്പോഴും ഒന്നും പോവാറില്ല, ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. എന്നാലും അപ്പം നമുക്ക് മുറ്റത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. നമുക്ക് പോയി ഇപ്പോൾ വിശപ്പ് പിടിച്ചിട്ടുണ്ട്. കൊഴുക്കട്ടയും കട്ടൻ ചായയും കുടിക്കാം. ഉണ്ടാക്കിയിട്ടാണ് കുടിക്കുക. ഭാഗത്തേക്ക് കയറി വന്നപ്പോൾ രാവിലത്തെ അപ്പത്തിന്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് ഉണ്ടാക്കാൻ പോയിരുന്നു. അപ്പം നമുക്ക് അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. വെള്ളം തിളക്കുമ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചേക്കാം. ഇതിൽ എന്നാക്കിട്ടമ്മ പഞ്ചസാരയും കിണ്ണത്തപ്പ എണ്ണ തൂക്കണ്ടേ? എണ്ണ ഇല്ല, അമ്മേല പറഞ്ഞ വെള്ളം നനച്ചാൽ മതി. അമ്മ നനച്ചോന്ന് ഞാനതല്ല ചോദിച്ചത്. സോറി ഗൈസ്, അമ്മയും നനച്ചില്ല, ഞാനും നനച്ചില്ല. ഇനിയിപ്പോ നമുക്ക് അന്ന് ഇത് ഇങ്ങോട്ട് ഒഴിക്കാം. പിടിച്ചാലാ? ഇല്ല, കിണ്ണത്തപ്പം ഫ്ലോപ്പാണ് ഗൈസ്. മതിയോ? എത്ര പോരെ? പൊങ്ങി വരത്തില്ല അത്? ഇതിലെണ്ണ തൂത്തേക്കാം. അത് പോയാലും നമുക്ക് ഇതെടുക്കാലോ. ഇത് കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ച പാത്രമായിരുന്നു. കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ചപ്പോൾ ഓവൻ ചീത്തയായി ഗൈസ്. പിന്നെ കേക്ക് ഉണ്ടാക്കിയില്ല. ബാക്കി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ അപ്പത്തിനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പയിൽ വെച്ചായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനോ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ചൂട് തിളപ്പിച്ച വെള്ളത്തിലല്ലേ നമുക്ക് കൊഴുക്കട്ട കുഴക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വെക്കണം.
കിണ്ണത്തപ്പത്തിനുള്ളത് അതിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അമ്മ കിണ്ണത്തിൽ ഒഴിച്ച കിണ്ണത്തപ്പം എന്നാ വട്ടയപ്പം. പാറുവിന് ഏതായാലും ഒരെണ്ണം കിണ്ണത്തപ്പോ തിരിഞ്ഞുപോയി. കിണ്ണത്തപ്പം സോറി ഗൈസ്, കിണ്ണത്തപ്പം നമുക്ക് ആദ്യം പറ്റും. അതിന്റെ മണ്ടയിലോട്ട് വെക്ക്. ഇതിന്റെ ആ, വെക്ക് വെക്ക് വെക്ക്. അയ്യോ. എനിക്കിതൊക്കെ അറിയാം ഗൈസ്, ഇവർക്ക് ഇത് അറിയുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ വെള്ളം തിളക്കുമ്പോക്കും നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അച്ചിമ്മിയുടെ പൊടിയാണ് എടുക്കുന്നത്. എനിക്ക് ഏത് പൊടി കൊണ്ടും എന്നാ പറയാ ഇടിയപ്പവും ഇന്ന് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു തൃപ്തിയില്ല. എനിക്ക് ഈ അച്ചിമ്മിയുടെ പൊടിയും കൊണ്ട് തന്നെ ഉണ്ടാക്കണം, എന്നാലും എനിക്ക് തിന്നുമ്പോൾ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ഈ പൊടി തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇടിയപ്പത്തിനുള്ള പൊടിയൊക്കെ പാത്രത്തിലാക്കിയിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പാത്രം തരാന്ന് പറഞ്ഞിട്ട് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാണിക്കണം. നമ്മ എല്ലാ വീട്ടിലും എന്തിനാണെന്ന് അറിഞ്ഞൂടെ, ഗസ്റ്റ് വരുമ്പോ മാത്രം എടുക്കാനായിട്ട് ഇത്രയോ പാത്രം സൂക്ഷിച്ചു വെക്കുന്നത്. ഇതേ അമ്മയുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പാത്രം എനിക്ക് തന്നേക്കുവാണ് ഗൈസ്. കണ്ടോ, കുഴക്കാണ്. ഇത് വരാത്ത ഉണ്ണി, ഇത് കൈ കൈ കാണിക്കും. ഷുഗർ എല്ലാ ദിവസവും 150, 200 എന്നിട്ടാണ് ഡേറ്റ്സിന്റെ സിറപ്പ് കുടിക്കുക. ഷുഗർ സിറപ്പ് ഡേറ്റ്സിന്റെ. ഞാനും കുടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് ഉണ്ണി എനിക്ക് ഓർമ്മൊന്നുമില്ല. ഡയറ്റാണ് ഉണ്ണി. ഉണ്ണിങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്നതല്ലേ, നക്കി കുടിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഉണ്ണി സ്പൂണിലൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. വർത്താനം പറഞ്ഞു നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പൊടി മിക്സ് ചെയ്യാം. എന്നാ പിടിച്ചോണ്ട് പുട്ടിനൊക്കെ നല്ലതാണ്. പുട്ടിനോ? പുട്ടിനൊക്കെ പിന്നെ ശർക്കരയ്ക്ക് വേണ്ട പനി കൊടുക്കാം. പൊടി പറക്കുന്ന പൊടി, പൊടി പറക്കുന്ന പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ഉപ്പ്, ഒത്തിരി ഉപ്പ് വേണ്ട, എല്ലാത്തിനും പറഞ്ഞ മാതിരി ഉപ്പ് നമുക്ക് കൊഴുക്കട്ടൊക്കെ എടുക്കുമ്പോ വേണ്ട. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം വെക്കുന്നത് അല്ലേ, അപ്പൊ കുറച്ചുപ്പ്. എന്നിട്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മൾ കയ്യിൽ കൊണ്ടല്ല കഴിക്കുന്നത്, നമുക്ക് ഇതുണ്ട്. മിക്സ് ചെയ്യാം. ഗ്യാസ് ഞാൻ നിർത്തിയിട്ടില്ലേ, അങ്ങനെ തിളക്കട്ടെ. ഈ പുട്ടിനും ഇടിയപ്പത്തിന്റെ പൊടിയൊക്കെ നമ്മൾ ഇച്ചിരി എടുത്താൽ മതി. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊലുത്ത് വരും. 1 കിലോ പൊടി 2 കിലോ പൊടിയാവും അല്ലേ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, എന്നാലേ സോഫ്റ്റ്നെസ് കിട്ടുള്ളായിരിക്കും. എന്തിനാണ് ഈ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഇതില്? എന്തായിപ്പോ ചൂടുവെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മുറിഞ്ഞു പോകും അത്ര. ചൂടുവെള്ളം ഒഴിക്കണം. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതങ്ങ് മാറ്റി വെക്കാം. അതിന്റെ ചൂടൊക്കെ പോട്ടെ. ചൂട് പോയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ നമുക്ക് ശർക്കരയും തേങ്ങയും കൂടെ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വരട്ടണ്ട, വിളയിച്ചെടുക്കണം. അതെ, നമുക്ക് ശർക്കര, തേങ്ങ നേരത്തെ അമ്മൂടെ ചിരവി വെച്ചിട്ടുണ്ട് അല്ലേ, തേങ്ങ, ഇത് രണ്ടും കൂടി നമുക്ക് വിളയിച്ചെടുക്കാം. ഇനി ഇത് പൊട്ടിക്കണം. നേരമാകുന്നു. പക്ഷെ എന്താണെന്നറിയാമ, അങ്ങനെ ഞാൻ പൊട്ടിക്കാതെ ഇട്ടിട്ട് ശർക്കര കരിയുന്നു.
അപ്പൊ ഒരു കയ്പ് ചോവാ നമ്മൾ പായസത്തിനൊക്കെ ഇടുന്നതല്ലേ. പായസത്തിൽ എന്നിട്ട് ഇത് കുടിച്ചിട്ടല്ല. അല്ലെങ്കിൽ എന്നാന്നറിയോ, മറ്റേത് ചെറുതായി കിടക്കുന്നത് വേഗം ഇതാവും. ഇത് ആവുമ്പോ മറ്റേത് കരിഞ്ഞു പോകുന്നു. ഇത് തന്നിട്ടാ ഷുഗർ പിന്നെ ഡേറ്റ്സ്. ഇതിനോട് കുടിക്കാറുണ്ട്. ജീരകം ഇടാം. ചരണ്ടിയോ? കൊറേ സമയം വേണ്ടേ? അതായിരിക്കും എളുപ്പം പാറും. ചരണ്ടണോ അതോ? എന്നാ ചരണ്ട്. അത് ഒടിക്കുമ്പോ കയറും. എന്റെ അമ്മ പറഞ്ഞ തീരുമ്പിനെ അത് ഒടിച്ചത്. പറഞ്ഞൊടിക്കാന്നൊക്കെ പറഞ്ഞ ഇതാ. ആ അടി കണ്ടാൽ ആർക്കാണെങ്കിലും അറിയാതെ ഒടിയോന്ന് അല്ല. ഇങ്ങനെ എകരാനൊന്നുമില്ല. ഇത് പൊട്ടുവല. കപ്പക്കോലൊടിച്ചതിന് ശേഷം കരിങ്കല്ല് അമ്മനെ കൊണ്ട് ചരിവിക്കാം. കത്തിയും കിടക്കാം. ഏത് കത്തി വേണം? നല്ല ഇല്ലേ? ഇതോ? ആ കത്തി കിട്ടി. ഒന്ന് ഇവിടെ, പിന്നെ ഉള്ളത് മറ്റേ വീടില്ല, സൂര്യയുടെ കയ്യില്ല. സിനിമക്കകത്ത് ഏത് സിനിമ? നമുക്ക് വട്ടയപ്പം. ഒരു സെറ്റ് വട്ടയപ്പമായി. ഇതെന്നാന്നറിയോ ഗൈസ്, അങ്ങോട്ട് എടുത്ത് മാറ്റിയത്. ഇത് 2 തട്ട് വെച്ചപ്പോൾ ആവി അടിച്ചിട്ട് ഇങ്ങനെ വെള്ളം വീഴുമായിരുന്നു. അപ്പം എടുത്ത് മാറ്റിയതാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് മറ്റേത് വെക്കാം. ഉണ്ണിയാണ് കുഴക്കുന്നത്. കുഴ അതൊക്കെ വട്ടയപ്പം നമ്മ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കോ ചൂടാറാനായിട്ട്. മുഴുവൻ വേണ്ട, മാത്രം മതി. ഇതേ അമ്മതേ തേങ്ങ മൊത്തം ചിരകി. തേങ്ങയല്ല, ചിരകലിൻ്റെ കാര്യം വന്നതാണ്. ശർക്കര മൊത്തം ചിരകി. അത് മതി. അപ്പം നമ്മുടെ പൊടി ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി പൊടിയല്ല മാവ്. എന്തിനാമ്മ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ മാവ് കണ്ടാലറിയാവേ ഇത്ര സോഫ്റ്റാണ്. അപ്പം നമുക്കിനി ശർക്കര വിളയിക്കാം. ഞാൻ കുറേ നേരം ശർക്കര വിളയിക്കാം എന്ന് പറയുന്നത്. വർത്താനം പറഞ്ഞിരുന്ന സമയം ഇത്രയാണ്. ഗ്യാസ് കത്തിച്ചു, ചീനിച്ചട്ടി വെച്ചു. ഇതിന് നമ്മൾ ചീനിച്ചട്ടി ചൂടാവാൻ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് ഇട്ടേക്കാം. അപ്പം എന്തേ ശർക്കര ഉരുകുമ്പക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ എന്തെന്നാണ് എൻ്റെ ചാനല്, സോറി, എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര ഒഴിക്കാൻ നമുക്ക് പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ. നമുക്ക് ഇതിലേക്ക് ഒരു ഞുള്ളു വെള്ളം കൂടി ഒഴിച്ചേക്കാം. ഒരു ഞുള്ളു മതി, ഒരു ഞുള്ളു. അതെന്നത്തിനാണെന്നറിയോ, ശർക്കര കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഞുള്ളു വെള്ളം ഒഴിക്കുന്നത്. തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ശർക്കരയുടെ ആ ചൂടിൽ അങ്ങ് തേങ്ങ ഒന്ന് ഇതായാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. അങ്ങനെ ആ ശർക്കര ചൂടിൽ അങ്ങോട്ട് സെറ്റായാൽ മതി. ഇങ്ങനെ ഈ വിളയിച്ചത് മാത്രം തിന്നാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? പണ്ട് കുഞ്ഞിലെയൊക്കെ ഞാനിതെടുത്ത് കോഴിക്കട്ടയിൽ നിന്ന് ഈ സാധനം എടുത്ത് കളയുമായിരുന്നേ. പക്ഷെ ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കത് അപ്പോൾ നമ്മുടെ
മസാല അല്ലല്ലോ ഉണ്ണി സാധനത്തിന് പേര് ശർക്കരയും തേങ്ങയും ശർക്കരയും കൂടി ഉള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉണ്ട പിടിച്ച് ഉണ്ട പിടിക്കാൻ അറിയോ ഒരു ഉണ്ട നമുക്ക് ചെയ്യിപ്പിച്ച് നോക്കാം സെറ്റായില്ലെങ്കിൽ ഞാൻ തന്നെ പഠിക്കാം അതിൻ്റെ അതിന് പുറത്ത് ഇത് ഉണ്ടയാണോ ഗൈസ് നിങ്ങൾ തന്നെ പറയും ഇതാണോ ഇത് ഉണ്ടയാണോ പ്രാർത്ഥിക്കുവാണ് ഈശ്വരാദേവനെ ഭഗവാനെ അവിടെ ഉണ്ട് പാളിപ്പോണേ ഇത് ശരിക്കും കിളിക്കുള്ളു പോലെയുണ്ടല്ലേ കാക്കൊക്കെ മുട്ടിടെ പ്രാർത്ഥിക്കുവാണേ ഇനി അമ്മുണ്ട് ഇനി അടുത്തതായിട്ട് ഉണ്ട് ഉണ്ടാക്കുന്നത് അമ്മയാണ് ഉണ്ട മൊത്തം ഉണ്ടാക്കുവാണ് നേരം എടുത്തു പോകാറു നോക്കൂ ഗൈസ് എന്നാ വ്യത്യാസമൊക്കെ ഇരിക്കുന്നത് ഒരു വ്യത്യാസമില്ല രണ്ട് സെയിം ഇത് ഉണ്ട അത് ഉണ്ട അത് ഉണ്ട അതുകൊണ്ട് ഫിനിഷിങ് ചെയ്താൽ അത് ഞാനൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കിയത് കാണിക്കാനുണ്ടാക്കണം അമ്മടെ ഉണ്ടാകുമ്പോ കാണിക്കുന്നു പറഞ്ഞു കാശ് മൂന്നേരും കൂടെ ഉണ്ട് ഉണ്ടാക്കണം അമ്മ അതുപോലെ നനച്ചാ ഉണ്ടാക്കുന്നത് അപ്പൊ ഉണ്ടൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് നമുക്കത് അടുപ്പയിലേക്ക് വെക്കാം അടുപ്പയിലല്ല ഗ്യാസ് അല്ലേ എണ്ണ വല്ലതും തൂക്കണം അതില് തെറ്റും കറക്റ്റല്ലേ ഇരിക്കുന്നു കറക്റ്റാണ് കോഴിക്കട്ടെ നമ്മുടെ നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തിന്നണം അതിക്ക് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം നല്ല ആവി പറക്കുന്ന കോഴിക്കട്ട കോഴിക്കട്ടെന്നല്ലേ പറയാം കുഴപ്പമില്ല അയ്യോ അപ്പൊ ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം മൊത്തം നമ്മുടെ ആവി പറക്കുന്ന അമ്മ ചിരിക്കാതെ നമ്മുടെ ആവി പറക്കുന്ന കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതില് അയ്യോ നമുക്ക് സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കണേ സൂപ്പർ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർത്തി മൂത്ത് ഇപ്പൊ ഞാൻ തിന്നെന്റെ വായക്ക
എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടും. ഇതപ്പം നല്ല സൂപ്പർ കോഴിക്കട്ടയാണ്. സോറി, കൊഴുക്കട്ട. ആവശ്യത്തിന് മധുരം. സൂപ്പർ. എന്നാണ് തീറ്റി അമ്മയുടെ വെള്ളം ഇറക്കിയിരിക്കുക. വീഡിയോ എടുപ്പ്. അങ്ങോട്ട് തിരിച്ചെടുക്കുക, ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. സൂപ്പർ കഴിച്ചു. ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. നിങ്ങളോട് ഞാനിത് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയായിരിക്കും. ചിലവർ പിന്നെ ഏലക്കായൊക്കെ ചേർക്കുമായിരിക്കും ഫ്ലേവറിന്. നിങ്ങളെങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കണത്, പിന്നെ ഈ പീരയിൽ എന്തൊക്കെ ആഡ് ചെയ്യാറുണ്ടെന്ന് ഈ വീഡിയോയിൽ എന്തൊക്കെ ആഡ് ചെയ്യാറുണ്ട് സോറി. അപ്പോ വീഡിയോ അല്ല, നിങ്ങളപ്പോ കൊഴുക്കട്ടയിൽ അമ്മേനെ തെറ്റിച്ചേർക്കാം. അപ്പോൾ നിങ്ങൾ കോഴിക്കട്ടയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പീരയിൽ എന്തൊക്കെ ആഡ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.